നമസ്കാരം. ശങ്കർ സംവിധാനം ചെയ്ത സിനിമ സാധാരണ ഇങ്ങനെയല്ലായിരുന്നു. ശങ്കർ സിനിമ എന്നത് തന്നെ ഒരു ഹൈപ്പായിരുന്നു. ഇനി ഇന്ത്യൻ ടൂവിൻ്റെ അനുഭവം വെച്ച് പ്രേക്ഷകർ ഇങ്ങനെ ആക്കിയതാണോ എന്ന് പറയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളൊന്നും തന്നെ സമ്മാനിച്ച സിനിമയല്ലായിരുന്നു ഗെയിം ചേഞ്ചർ. ഇന്ത്യൻ ടൂവിൽ പാളിയതുപോലെ ആട്ടപടലം പാളിപ്പോകില്ല എന്ന് മാത്രമാണ് മനസ്സിൽ കരുതിയത്. രാം ചരൺ, എസ് സൂര്യ, ജയറാം, അഞ്ജലി, കിയാര അദ്വാനി, സുനിൽ, സമുദ്രക്കനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായി വന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. തമിഴ് ഡബ്ബാണ് ഞാൻ തിയേറ്ററിൽ കണ്ടതും. സിനിമയുടെ ഒരു പശ്ചാത്തലം എന്നത് രാം ചരൺ അവതരിപ്പിക്കുന്ന രാംനന്ദനാണ് പ്രധാന കഥാപാത്രം. IAS ഓഫീസറാണ്. അഴിമതി വച്ചു പൊറുപ്പിക്കാത്ത സത്യസന്ധനായ ഓഫീസർ. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് തകൃതിയായി നടക്കുന്നു. അതേസമയത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചില സംഭവങ്ങൾ കൂടെ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിക്ക് തിരിച്ചറിവുണ്ടാകുന്നു. അഴിമതിയൊക്കെ നിർത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് ചെയ്യണമെന്ന് ഇനി ഒരു വർഷം കൂടെയുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു നാട്ടിൽ രണ്ടുപേർ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. CM-ൻ്റെ മകനും അനുയായികളുമൊന്നും അതിന് തയ്യാറാവുന്നില്ല. തുടർന്നുള്ള സംഭവബഹുലമായ ചില സംഭവങ്ങളുടെ ഘോഷയാത്രയാണ് ഗെയിം ചേഞ്ചർ എന്ന സിനിമ. കണ്ടു കഴിയുമ്പോൾ ഗെയിം ചേഞ്ചിങ് പരിപാടിയാണോ ഗെയിം ഓവറാണോ എന്ന് ചോദിച്ചാൽ മര്യാദയ്ക്ക് ഒരു ഗെയിം ഇല്ലാത്തിടത്ത് ചേഞ്ചായോ ഓവറായോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഗെയിം മുഖ്യമ്പിക്കില്ലേ? ശങ്കറിൻ്റെ സിനിമകളിൽ ഭൂരിപക്ഷം സിനിമകളും ചർച്ച ചെയ്ത വിഷയമാണ് അഴിമതി. ഗെയിം ചേഞ്ചർ എത്തുമ്പോഴും അത് മാറുന്നില്ല. ഇപ്പോഴും സമൂഹത്തിൽ ഉള്ളത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷയം ആനുകാലിക പ്രസക്തം കൂടെയാണ്. വിഷയത്തിൻ്റെ റെലവൻസ് എന്നത് നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഓക്കെ ആണെന്ന് പറയാം. അപ്പോഴും കഥ പറയുന്ന രീതി പണ്ട് പറഞ്ഞ അതേപോലെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ സിനിമ. നായകൻ്റെ ഇൻട്രോ മുതൽ അങ്ങോട്ട് ആട്ടപ്പട്ടലം തകർന്നു പോകുന്ന ഗെയിം ചേഞ്ചർ. കാർത്തിക് സുബരാജാണ് ചിത്രത്തിൻ്റെ കഥ എഴുതിയത് എന്ന് വായിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ശങ്കറിൻ്റെ മുന്നത്തെ ചിത്രങ്ങളൊക്കെ ഒന്നുകൂടെ കണ്ടപ്പോൾ എല്ലാം ചേർത്ത് വീണ്ടും അഴിമതിക്കെതിരെ ഒരു നായകനെ കൊണ്ടുവരാമെന്ന് തോന്നി എഴുതി പടച്ചു വിട്ടതാണെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സിനിമകളൊക്കെ നോക്കിയാൽ നായകന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കളക്ടറായി തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യാം, ഒറ്റയടിക്കും മന്ത്രിയാവാം. അതായത് ഇതിനൊരു സമയം വേണം എന്നൊന്നുമില്ല. എഴുത്തുകാരൻ്റെ, സംവിധായകൻ്റെ ഭാവനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ എത്ര വേണമെങ്കിലും സ്പീഡാക്കാമെന്ന് മാത്രം. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. പക്ഷേ പ്രേക്ഷകൻ്റെ കോമൺ സെൻസിനെ ഒന്ന് പരിഗണിക്കാമെന്ന് മാത്രം. ജില്ലാ കളക്ടറുടെ അധികാരം എന്നൊക്കെ പറഞ്ഞ് ശങ്കറിന് മനസ്സിൽ തോന്നിയതൊക്കെ അങ്ങ് എഴുതി വിടുകയാണ്. എന്നിട്ട് ഒരു ഷോപ്പിംഗ് മോളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചങ്ങ് വിടുകയാണ്. അടാ പാവി, പോട്ടെ. പിന്നെ വച്ചടി കയറ്റമാണ്. അങ്ങനെ ആദ്യ പകുതി നായകനും വില്ലനും വില്ലൻ്റെ കൂട്ടാളികളും അഴിമതിയും ഇപ്പുറത്ത് ദേശസ്നേഹവും ഒക്കെയായി ശങ്കർ ഒരു വഴിക്ക് നമ്മളെ എത്തിക്കും. രണ്ടാം പകുതി ഇതിൻ്റെയൊക്കെ പിറകിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത കലാപരിപാടികൾ തുടങ്ങുന്നു. ഒരു മയത്തിലൊക്കെ ആകാമെന്ന് മനസ്സിൽ നമ്മളോട് തന്നെ പറയാമെന്നല്ലാതെ വേറെന്ത് ചെയ്യാൻ? തീർത്തും ഔട്ട്ഡേറ്റഡായ ഒരു കഥ പറച്ചിൽ കൊണ്ട് മാസും ഒറ്റയാൾ പോരാട്ടവുമൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം പക്ഷേ പാളിപ്പോയെന്ന് മാത്രം. പോസിറ്റീവായി തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തൊട്ടു മുന്നത്തെ ചിത്രമായ ഇന്ത്യൻ ടൂവിനേക്കാൾ കുറച്ചും കൂടെ അധികം ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ കഥ പറയുന്നത്. കഥയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതൊക്കെ പിന്നത്തെ കാര്യമാണ്. പക്ഷേ സിനിമയുടെ കഥ പറച്ചിൽ രീതി എന്നുള്ളത് മൊത്തത്തിൽ ഫാസ്റ്റായിരുന്നു. പിന്നെയുള്ളത് പാട്ടുകളുടെ വിഷ്വൽസാണ്. ശങ്കർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു ഏരിയ എന്നുള്ളത് പാട്ടുകൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ വിഷ്വൽസൊക്കെ കാണുന്ന സമയത്ത് മൊത്തത്തിൽ പഴയ ശങ്കറിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഗ്രാൻഡ് പരിപാടിയായിരുന്നു. അത് ബിഗ് സ്ക്രീനിൽ കാണാൻ രസമുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു. സംഗീതം നോക്കിയാൽ മൊത്തത്തിൽ ബഹളമയമായിരുന്നു. ഇങ്ങനെ കാതടിച്ച് പൊളിക്കുക എന്ന ഉദ്ദേശമായിരുന്നു പ്രധാന ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. ശങ്കറിൻ്റെ പണം പൊട്ടിച്ച് കളയുന്ന പരിപാടി ഈ സിനിമയിലും അങ്ങ് ഗ്രാൻഡായി തന്നെയുണ്ട്. ചേസിങ് സീനുകളിലൊക്കെ ഇനി കാറും ഒന്നും തമ്മിലൊന്നും വേണ്ട, ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യട്ടെ എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയത്. ടെക്നോളജിയുടെ സാധ്യതകളെ അങ്ങനെ ഉപയോഗിച്ച് സമയം ലാഭിച്ചു എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ 2 കാറുകളാണ് ചേസിങ് സീനുകളിലെങ്കിൽ അത്രയും സമയം പോലില്ലേ എന്നൊക്കെ കിട്ടും. അതിന് പകരം ഒരു ഹെലികോപ്റ്റർ വന്ന് ബ്ലോക്ക് ചെയ്യുന്നു. 10-100 വില്ലന്മാർ വന്ന് നായകൻ ഒറ്റയടിക്ക് വരെ നേരിടേണ്ടി വന്നാൽ സമയം എത്ര പോകുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിന് പകരം JCB കൊണ്ടുവന്നൊക്കെ വേണമെങ്കിൽ ബ്രില്യൻസായി പരിഗണിക്കാം. പ്രകടനത്തിലേക്ക് വന്നാൽ രാം ചരൺ 2 വേഷത്തിലാണ് സിനിമയിൽ എത്തുന്നത്. സംസാരത്തിലേക്ക് ഒരു വ്യത്യാസം കൊടുത്തിരുന്നു രണ്ടാമത്തെ കഥാപാത്രത്തിന്. നായകൻ്റെ കോളേജ് കാലം കാണിക്കുന്നതിൽ രാം ചരനെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഐ ആം അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ സീനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് കണ്ട ശേഷവും അൺപ്രഡിക്റ്റബിൾ ആവുന്ന അവസ്ഥ പ്രേക്ഷകൻ എന്ന നിലയിൽ ഇടയ്ക്കൊക്കെ എനിക്കുണ്ടായിരുന്നു. പ്രകടനത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും രാം ചരൻ്റെ കേസിൽ തോന്നിയില്ല. പലയിടത്തും സിനിമയെ അങ്ങനെ കാര്യമായി ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാതെ പെടാപ്പാടുപെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് SJ സൂര്യയാണ്. എക്സെൻട്രിക് ടൈപ്പ് പരിപാടികളൊക്കെ അദ്ദേഹം മുന്നേയും ചെയ്തിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മൊത്തത്തിലൊരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുന്ന അവസ്ഥയാണ്. അതിനൊരു കാരണം ഒട്ടും ഡെപ്ത് ഇല്ലാത്ത കഥാപാത്രം, പിന്നെ പലയിടത്തും ഇങ്ങനെ റിപ്പീറ്റേഷൻ തോന്നുന്നു എന്നുള്ളത് കൂടെയാണ്.
ജയറാം ഒരു പ്രധാന വേഷത്തിൽ തന്നെ എത്തുന്നുണ്ട്. കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ച് ചളി നിലവാരത്തിൽ പോലും എത്തി നിൽക്കുന്നില്ല എന്ന് മാത്രം. തീർത്തും നിരാശപ്പെടുത്തിയ ഒരു പ്രകടനം. കിയറ അദ്വാനിയാണ് ചിത്രത്തിൽ നായികാ വേഷത്തിലെത്തുന്നത്. IPS നേടിയ നായകനെ IAS നേടാൻ ഊർജം നൽകിയ നായിക. പാട്ടും ഡാൻസും ഒക്കെ സിനിമയിൽ ആവശ്യത്തിന് ഉണ്ടെന്ന് പറയാം. അഞ്ജലിയാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ. അവരുടെ ഫ്ലാഷ് ബാക്ക് സീനുകളിലെ പ്രകടനമൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉള്ളതായിരുന്നു, നല്ലതായിട്ട് തന്നെ തോന്നി. പ്രസൻറ്റിൽ പവർഫുൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പാളിപ്പോയ അവസ്ഥയായിരുന്നു. സുനിലിൻ്റെ കഥാപാത്ര രൂപീകരണത്തിലാണ് ശങ്കറിന് എന്ത് പറ്റിയെന്ന് തോന്നിപ്പോയത്. കോമഡിക്ക് കൊണ്ടുവന്നതാണെങ്കിൽ മൊത്തത്തിൽ ട്രാജഡി ആയെന്ന് മാത്രം. അത്രയും മോശമായിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അച്യുത് കുമാറൊക്കെ എപ്പോഴോ ഒന്ന് അടിമേടിച്ച് പോകുന്നുണ്ട്, പിന്നെ കണ്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. സമുദ്രക്കനി സീനിൽ പലപ്പോഴും വരുന്നുണ്ട്, ഒന്ന് മിണ്ടാൻ പോലും പലപ്പോഴും സമ്മതിക്കുന്നില്ല, അപ്പോഴേക്കും സീൻ മാറും. പിന്നെ എല്ലാം കൂടെ ചേർത്ത് അവസാനം ഒരു കഥ പറയാനുള്ള അവസരം കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഒരു ബ്രില്യൻസ് ആയി കണക്കാക്കാം. മൊത്തത്തിൽ പ്രകടനങ്ങൾ നോക്കിയാൽ കൊള്ളാം എന്ന് മനസ്സിൽ ബാക്കിയാവുന്ന ഒന്നും തന്നെയില്ല. ഈ സിനിമയിലൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയുണ്ട്. നായകൻ്റെ കോളേജ് കാലം ദേഷ്യങ്ങളുടെ കാലമാണ്. ദേഷ്യം വന്നാൽ അപ്പം തന്നെ പ്രതികരിക്കുകയും ചെയ്യും, ഇടിക്കുകയും ചെയ്യും. അങ്ങനെ നായികയ്ക്ക് ഇത് ഓക്കെ ആവുന്നില്ല. ദേഷ്യം നിയന്ത്രിക്കാൻ റബ്ബർ ബാൻഡ് കൊണ്ടൊരു പരിപാടിയുണ്ട്. ചെറിയ ചിലവല്ലേ ഉള്ളൂ, അതിങ്ങനെ വലിച്ചു വിടുക ദേഷ്യം വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വേദനിക്കും. ദേഷ്യം മാറി കരച്ചിലാണ് സാധാരണ വരേണ്ടത്. എന്തായാലും ഇവിടെ ദേഷ്യം കുറയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ശങ്കർ സാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ ചോദിച്ച് ദേഷ്യം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഉടനെ ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ കരുതുക. നായകൻ ചെയ്യുന്ന പോലെ നമുക്ക് വേണേൽ വലിച്ചു വിടാം. ദേഷ്യം കുറയാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ അത് ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവായി തന്നെ നമുക്ക് കരുതാവുന്നതാണ്. IPS, IAS, മുഖ്യമന്ത്രി, ഇലക്ഷൻ ഓഫീസർ, മുഖ്യമന്ത്രി, അങ്ങനെ എൻ്റെ നായകൻ എല്ലാം ആവണം. എങ്ങനെയാകുമെന്നൊന്നും എനിക്ക് വിഷയമല്ല എന്ന ശങ്കറിൻ്റെ വാശി കൂടെയാണ് ഗെയിം ചേഞ്ചർ. 90കളിലൊക്കെ വന്നാൽ ആളുകൾ കൈയടിച്ചേനെ എന്ന സംഭവത്തെ ഈ കാലത്തും ഇത്രയും കാശ് മുടക്കി കൊണ്ടുവരുമ്പോൾ ഗെയിം ഓവർ എന്ന് പറഞ്ഞ് തിയേറ്ററിൽ നിന്നും ഇറങ്ങാമെന്ന് മാത്രം. അഴിമതി നിറഞ്ഞ രാഷ്ട്രീയവും അതിനെതിരെ പോരാടുന്ന നായകനുമൊക്കെ ഇപ്പോഴും കൊണ്ടുവരുമ്പോൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡായി കഥ പറയാൻ ശ്രമിച്ചില്ലെങ്കിൽ പാളിപ്പോകുമെന്നതിൻ്റെ ഉദാഹരണം കൂടെയാണ് ഗെയിം ചേഞ്ചർ. ശങ്കറിന് ഇനി വരാനുള്ളത് ഇന്ത്യൻ 3 ആണ്. എത്രയോ സിനിമകൾ ഗംഭീരമായി ചെയ്തു വെച്ച നമ്മളെ ആനന്ദിപ്പിച്ചൊരു വ്യക്തിയാണ് ഇങ്ങനെ താഴോട്ട് പോകുന്നത് എന്നത് സങ്കടകരമായൊരു കാര്യമാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.